എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നോം എന്തായി കാണണേ? ഐശ്വര്യലക്ഷ്മി എന്നൊരു വ്യക്തി കുറെ കൂടി ശരിപക്ഷത്താണോ അല്ലെങ്കിൽ സ്ത്രീ പക്ഷത്താണോ? ശരിപക്ഷത്താണ്, കംപ്ലീറ്റ് ആയിട്ടും ആണ്. അത് പിന്നെ എനിക്ക് അറിയത്തില്ല. ചർച്ചകൾ സജീവമാവുമ്പോൾ എന്തുകൊണ്ടാണ് ഷിംജിയുടെ പക്ഷം ചേർന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നത്? എന്തുകൊണ്ടാണ് ഷിംജിതയുടെ പക്ഷം ചേർന്നാണ് ഞാൻ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പിന്നെ ഒരു മരണം സംഭവിച്ചിട്ട് പോലും ഇല്ലെങ്കിൽ ഒരു വിഷയത്തെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കാൻ എവിടെയാണ് പറ്റുന്നത്? മരണം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ആദ്യമായിട്ട് നടക്കും. ശരിക്കും കോൺഫിഡൻസ് ഇല്ലാണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്പേസുകൾ ഇല്ലാണ്ട് വരുമ്പോൾ, ടോപ്പിക്കുകൾ കുറയുമ്പോൾ ആൾക്കാർ എന്തും എടുത്ത് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ചില സ്പേസുകൾക്ക് ചില ആവശ്യങ്ങൾ ഉണ്ടായിട്ടാണ് ഈ സ്പേസിനെ ഇത്രയും ഗ്ലോറിഫൈ ചെയ്തതെന്ന് എനിക്ക് തോന്നി. അത് ശരിക്കും ഉപയോഗിച്ചത് ശരിക്കും ഷിംജിതല്ലേ? ആ ഒരു സാധ്യതയെ നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. എന്താ നീ നാക്കുടിക്കുന്നില്ലേ? നാക്കിറങ്ങി പോയടാ. ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആളുകളോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളല്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു സാധ്യത ആദ്യം ഉപയോഗിച്ചത് ശരിക്കും ഷിംജിതല്ലേ? ഷിംജിത ഉപയോഗിക്കില്ലായിരുന്നു. ഷിംജിത ആകെ ചെയ്തത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ആ സ്പേസിനെ ഉപയോഗിച്ചു. അതൊരു പേഴ്സണൽ സ്പേസിൽ സോഷ്യൽ സ്പേസിലേക്ക് മോബ് വയലൻസിന് വേണ്ടി, മോബ് കില്ലിങ്ങിന് വേണ്ടി അവർ ഇട്ടുകൊടുത്തു. അതെ, അവരുടെ വിവരക്കേടാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കൃത്യമായും ബോധമില്ലായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് അത് ചെയ്തതെന്ന് ഞാൻ ഒക്കെ ഉണ്ടല്ലോ. കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് നടക്കുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ലേറ്റ് ആയി പിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇയാൾ അങ്ങനെ ഒരാളാണെന്നല്ല പറയുന്നത്. അതിന്റെ സാധ്യത എനിക്ക് തള്ളിക്കളയാൻ ഒരിക്കലും പറ്റില്ല. പിന്നെ ആ ജസ്റ്റേഴ്സ് ഭയങ്കര നോണാണ് മാഷെ. എന്ന് വെച്ചാൽ അത് നമ്മൾ റിപ്പീറ്റിംഗ്ലി കണ്ടിട്ടുള്ളൂ. ഒരു 25 പ്രാവശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളുടെ അടുക്കലാണേലും പുറത്താണേലും. ശരി, അപ്പൊ എനിക്ക് അതിനകത്ത് അയാൾ ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ഒരു സ്പേസ് എനിക്ക് കണ്ടില്ല. ചെയ്തു എന്ന് പറയിപ്പിക്കാനുള്ള സാധനം എന്താ കണ്ടത്? അത് കണ്ടത് ആ ടച്ച് തന്നെ. ഏതാണ് ടച്ച്? ആ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ബസ്സിൽ ഒരു മനുഷ്യൻ കയറിയിട്ട്, ഞാൻ ചോദിച്ചു വെക്കട്ടെ, ഞാൻ ഇപ്പൊ അയാൾ മരിച്ചു മേലെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആ ഡിസ്കഷനിൽ ഈ കാര്യം പറഞ്ഞിരുന്നു. 7 വീഡിയോ ആണ്, 7 ക്ലിപ്പ് എടുത്തു എന്ന് പറഞ്ഞു ഷിംജിത. ഈ 7 ക്ലിപ്പിലും ഒരു പ്രാവശ്യം പോലും ഇയാൾക്ക് മാറി നിൽക്കാൻ തോന്നിയില്ലേ? എന്തിനു വേണ്ടിയാണ് ഊതിപ്പെരുപ്പിച്ച് ഇങ്ങനൊരു കേസ് ഫ്രെയിം ചെയ്യുന്നത്? ഇത്രയും രീതിയിൽ അബ്യൂസ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം ഒരു സ്ത്രീ ഇത് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് തോന്നിയില്ല അബദ്ധത്തിൽ പോലും കൈ തട്ടരുതെന്ന്? അബദ്ധത്തിൽ ഒരാളുടെ കൈ തട്ടിയാൽ, ഒരു സ്ത്രീയുടെ ദേഹത്ത് തട്ടിയാൽ ഞാൻ കണ്ടിട്ടുണ്ട് പുരുഷന്മാര് തിരിഞ്ഞു നോക്കി സോറി പറയുന്നത്. ആ വീഡിയോയിൽ നിൽക്കുന്ന സമയത്ത് ദീപക് എങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നി? ദീപക് അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. എങ്ങനെ നോക്കി ഫ്രണ്ടിൽ നിൽക്കുന്നതിലെ ആളുകളുണ്ടോ എന്ന് തോന്നുന്നത് കുറച്ചുകൂടി കയറി നിൽക്കാൻ സ്പേസ് ഉണ്ടെന്നാണ് തോന്നിയത്. അയാൾക്ക് വേണമെങ്കിൽ കയറി നിൽക്കായിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് അവോയ്ഡ് ചെയ്ത് പോകായിരുന്നു. വീഡിയോയിൽ കൃത്യമായിട്ട് വ്യക്തമാവുന്നുണ്ട് ഓൾറെഡി ഷിംജിത് പിടിച്ചിരിക്കുന്ന ഭാഗത്തോട് ഇവിടെ സ്പേസ് ഉണ്ട്. അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. ബാക്കിലാണ് ആ ഷിംജിത് വീഡിയോ എടുക്കുന്നതിൽ ഒപ്പം നിൽക്കുന്ന സ്ത്രീ മാത്രമാണ് ആ വീഡിയോയിലോട്ട് നോക്കി നിൽക്കുന്നത്, ദീപക് അല്ല നോക്കി നിൽക്കുന്നത് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, ആ വീഡിയോ എടുക്കുമ്പോൾ കയറി നിൽക്കുകയാണ് വേണ്ടത്. നേരെ തിരിച്ച് അതിന് അപ്പുറത്തോട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഒരാളുടെ എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്ത്രീ പക്ഷത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ, ആരോപിക്കുന്ന പുരുഷൻ വീഡിയോ എടുത്തിരുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രൈവസിനെ വരെ ചോദ്യം ചെയ്യാൻ തയ്യാറാവില്ലായിരുന്നു നിങ്ങൾ? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. അങ്ങനെ പറ. ചെയ്യുന്നില്ല മാഷെ, ഇതൊന്നും അല്ല ഇവിടുത്തെ കോൺടെസ്റ്റ്. അയാൾ മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ അയാൾ ഇങ്ങനെ നിൽക്കുന്നു, മറ്റു വീഡിയോയിൽ അയാൾ ഇറങ്ങി പോകാനായിട്ട് നിൽക്കുന്നു. അപ്പോഴും അവർ അതേ ഇന്റൻഷനോട് കൂടിയാണ് അവർ വീഡിയോ എടുക്കുന്നത്. ഇഫ് ഷീ നോസ് ദാറ്റ് അയാൾ അങ്ങനത്തെ ഒരുത്തനല്ല എന്ന് അവർക്ക് തോന്നുക, അവരങ്ങനെ അയാൾ അതിന് മുമ്പ് അത് കാണിച്ചിട്ടില്ല, അവർക്കത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെയാണ് അത് നിൽക്കുന്നത് ക്യാമറയും കൊണ്ട്? എങ്കിൽ അതേ രീതിയിൽ തന്നെ ഫീൽ ചെയ്തിരുന്നെങ്കിൽ, ഇപ്പോ നേരത്തെ തന്നെ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ട് ഐശ്വര്യ, അവർ നിൽക്കുന്ന ഒരു ആക്ഷൻ പോലും മനസ്സിലാക്കാൻ സ്ത്രീക്ക് പറ്റും എന്നുള്ളത്. പക്ഷെ വ്യക്തിപരമായിരിക്കാം, അല്ലെങ്കിൽ പൊതുവെ എല്ലാ സ്ത്രീകൾക്കും പറ്റുന്നതായിരിക്കും. എനിക്ക് പറ്റും. പറ്റും. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിനൊപ്പം നിൽക്കുന്ന സ്ത്രീ തന്നെ ഇന്ന് പരാതിയായിട്ട് വന്നിട്ടുണ്ട്. എന്റെ അനുവാദം കൂടാതെ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്നുള്ള രീതിയിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഷിംജിതയ്ക്കെതിരെ. ഇതൊരു വിഷയമാണ്, ഇത് സ്ത്രീകൾക്ക് മൊത്തമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ സ്ത്രീ തയ്യാറായില്ല? എനിക്കും ആ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ടച്ച് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഷിംജിതയ്ക്ക് മുമ്പേ നിൽക്കുന്ന ആൾക്കാണ് അത് ആദ്യം അനുഭവപ്പെടേണ്ടത് അല്ലെ? അങ്ങനെ അത് തയ്യാറായിട്ട് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ക്ലിയർ ആയി. അല്ല ഡൗട്ട് അടിച്ച് പണ്ടടങ്ങി പോയനെ. എന്തായി? തുടക്കം ഗംഭീരമായി. ഞാൻ അവനെ ശരിക്കും റാഗ് ചെയ്തു.